ഇന്ന് നമ്മൾ +2 അക്കൗണ്ടൻസിയിലെ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ഇറ്റ് ഫ്രം അമോർട്ടൈസേഷൻ ആൻഡ് ഡിപ്ലഷൻ. ഡിപ്രീസിയേഷൻ എന്താണെന്ന് പഠിക്കുന്നു. അതേപോലെ ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും ഡിപ്ലഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ state the needs for charging depreciation and identify its causes. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്, അതിന്റെ ആവശ്യം എന്താണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്, എന്തൊക്കെ കോസസ് കൊണ്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം എന്നുള്ളതും നമ്മൾ പഠിക്കും. പിന്നെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരവും അതേപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരവും ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പഠിക്കും. അടുത്തത് record the transaction relating to depreciation and asset disposals. ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു, അതേപോലെ ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ളത് പഠിക്കും. പിന്നെ അതേപോലെ എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. പ്രൊവിഷനും റിസർവും പറഞ്ഞാൽ എന്താണ്, അത് തമ്മിലുള്ള ബന്ധം, അതെങ്ങനെ റെക്കോർഡ് ചെയ്യണം, അത് എപ്പോഴാണ് വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ലെസണിൽ പഠിക്കാൻ പോകുന്നുണ്ട്. മീനിങ് ഓഫ് ഡിപ്രീസിയേഷൻ. എന്താണ് ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് ഫിക്സഡ് അസറ്റ് എന്നത് ബിസിനസിന്റെ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റിനെ നമ്മൾ ടെക്നിക്കലി എങ്ങനെ വേണമെങ്കിൽ റെഫർ ചെയ്യാം, ഡിപ്രീസിയബിൾ അസറ്റ്സ് എന്ന് പറയാം. ഉപയോഗത്തിൽ അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നതിൽ മുതൽ ആ ഒരു അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു തുടങ്ങുന്നുണ്ട് അല്ലെ. പൊതുവെ ഡിപ്രീസിയേഷൻ എന്നത് ഒരു അസറ്റിന്റെ മൂല്യത്തിൽ ഉണ്ടാവുന്ന ഇടിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ സമയം കടന്നു പോകുന്നതോ പാസേജ് ഓഫ് ടൈം കാരണോ അല്ലാന്നുണ്ടെങ്കിൽ ഒബ്സോളൻസൻസ് പറഞ്ഞാൽ എന്താണ്, പുതിയ മോഡലുകളുടെ വരവ് കാരണം അസറ്റിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വർഷവും അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ചാർജ് ചെയ്യുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ഒരു മെഷീൻ വാങ്ങി ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഉപയോഗത്തോടെ അതിന്റെ മൂല്യവും കുറഞ്ഞു വരുന്നു. മെഷീൻ ഉപയോഗിക്കാതെ വെച്ചാലും പാസേജ് ഓഫ് ടൈം, സമയം കടന്നു പോകുന്നതിനാലോ അല്ലെങ്കിൽ പുതിയ മോഡൽ വരുന്നത് കൊണ്ടോ അതേ വിലക്ക് അതിനെ വിറ്റഴിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതായത് ഫിക്സഡ് അസറ്റിന്റെ മൂല്യം കുറയുന്ന അവസ്ഥയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് ഭാഷയിലെ ഡിപ്രീസിയേഷൻ എന്നത് ഒരു ഫിക്സഡ് അസറ്റിന്റെ ചെലവിനെ അതായത് അത് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ സമയം കടന്നു പോകുന്നതോ മൂലം എക്സ്പയർഡ് ആവുന്ന ആ ഭാഗമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ എന്നത് ഒരു ചെലവിനെയാണ് കണക്കാക്കുന്നത്. അത് നമ്മൾ ഏത് അക്കൗണ്ടിങ് പീരീഡിലേക്കാണോ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പൊ ആ പീരീഡിൽ നമ്മുടെ വരുമാനത്തിൽ നിന്നും ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചാണ് കാണിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 2025 ഒരു മിഷൻ ഏപ്രിൽ 1 മിഷൻ പർച്ചേസ് ചെയ്യണം. മിഷന്റെ വാല്യൂ എത്രയാണ്, 1 lakh rupees നമ്മൾ വാങ്ങിക്കുന്നു. അതിന്റെ യൂസ്ഫുൾ ലൈഫ് പറയുന്നത് 10 വർഷം എന്നാണ് കണക്കാക്കുക. അതായത് ആ ഒരു മിഷൻ 10 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ബിസിനസിന്റെ ആവശ്യങ്ങൾക്കായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ 1 ലക്ഷം എന്നത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കുമ്പോൾ ആ മുഴുവൻ തുകയും ഒരു വർഷത്തെ ചെലവായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം അത് 10 വർഷത്തേക്ക് പ്രയോജനം നൽകുന്ന ഒരു അസറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ വർഷവും അത് എത്ര വർഷത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, 10 ഇയേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ വാല്യൂ എത്രയാണ്, 1 lakh ആണ്. അപ്പൊ 1 lakh ഡിവൈഡഡ് ബൈ 10 ഇയേഴ്സിന് അപ്പൊ എത്ര വരും, നമുക്ക് 10,000. അപ്പൊ ഓരോ വർഷവും 10,000 എന്ന നിലയിൽ ചെലവായിട്ട് നമ്മൾ കണക്കാക്കും. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെലവായിട്ട്, അതായത് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഡിപ്രീസിയേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഡിപ്രീസിയേഷൻ ഇസ് ദ പെർമനന്റ് ആൻഡ് ഗ്രാജുവൽ ഡിക്ലൈൻ in the value of a fixed asset due to use, passage of time or obsolescence. ഒന്നില്ലെങ്കിൽ നമ്മൾ ആ അസറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പാസേജ് ഓഫ് ടൈം കൊണ്ടോ അല്ലെങ്കിൽ പുതിയ മോഡൽ വരുന്നത് കൊണ്ടോ ആ അസറ്റിന്റെ വാല്യൂ കാലക്രമേണ എന്താണ് കുറഞ്ഞു വരുന്നു. അപ്പൊ ആ ഒരു എമൗണ്ട് നമ്മൾ അതിന്റെ യൂസ്ഫുൾ ലൈഫിനനുസരിച്ചിട്ട്
ഓരോ വർഷവും എത്ര വരും എന്നുള്ളത് കണക്കാക്കി അതിനെ ഒരു എക്സ്പെൻസ് ആയിട്ട് എല്ലാ വർഷവും നമ്മുടെ വരുമാനത്തിൽ നിന്നും കുറച്ച് കാണിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. It represents the portion of the cost of an asset which has expired and is charged as expense in the profit and loss account. ഈ ഡിപ്രീസിയേഷൻ പറയുന്നത് കോസ്റ്റ് ഓഫ് അസറ്റിലെ ഒരു പോർഷൻ എക്സ്പയർഡ് ആയി പോയിട്ടുള്ള ഒരു പോർഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഡിപ്രീസിയേഷൻ എന്നത് ഒരു അസറ്റിന്റെ മൂല്യത്തിൽ സ്ഥിരമായും ക്രമാതീതമായും ഉണ്ടാവുന്ന കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇത് അസറ്റിന്റെ ഉപയോഗം മൂലമോ അല്ലെങ്കിൽ സമയം കടന്നു പോകുന്നത് കൊണ്ടോ ഉണ്ടാവുന്ന മൂല്യനഷ്ടമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല, നമ്മൾ ബുക്ക് വാല്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്നത് ഒരു ഫിക്സഡ് അസറ്റിന്റെ ബുക്ക് വാല്യൂയിൽ ഉണ്ടാവുന്ന കുറവിനെയാണ് എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇത് ടൈം യൂസേജ് അല്ലെങ്കിൽ ഒബ്സോർലൻസൻസ് മൂലമുള്ള മൂല്യനഷ്ടം ഉൾക്കൊള്ളുന്നതാണ് എന്ത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. ഓക്കെ, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നത് മൂലം നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ക്യാഷ് പോകുന്നതൊന്നും ഇല്ല. ഇത് ഒരു ടാക്സബിൾ പ്രോഫിറ്റ് കണക്കാക്കുന്നതിന് മുമ്പേ തന്നെ കുറയ്ക്കണം. ഇപ്പൊ നമ്മൾ ബിസിനസിന്റെ പ്രോഫിറ്റ് കണക്കാക്കി, പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് പറഞ്ഞിട്ട് 50,000 റുപ്പീസ് കിട്ടി. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡിപ്രീസിയേഷൻ 10,000 ആണെന്നുണ്ടെങ്കിൽ ആ 50,000 ഈ 10,000 ഡിപ്രീസിയേഷൻ കുറച്ച് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ഡിപ്രീസിയേഷനും കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് നോക്കിയത്. It decline in the value of fixed asset. It is continuous and gradual process. Depreciation is caused by the use, passage of time or obsolescence. It is a non-cash expense but reduce profit. അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റിനെ അത് കുറയ്ക്കുന്നുണ്ട്. ബേസ്ഡ് ഓൺ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോസ്റ്റ്, ബുക്ക് വാല്യൂയിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ആ അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂയിലല്ല നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, ഡിപ്ലഷൻ, ഈ 3 വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ 3 വാക്കുകൾ അർത്ഥമാക്കുന്നത്? ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പദങ്ങളാണ് ഈ ഡിപ്ലഷനും അമോർട്ടൈസേഷനും ഒക്കെ. ഓക്കെ, ഇതിന്റെ ഈ ഡിപ്രീസിയേഷന്റെയും ഡിപ്ലഷന്റെയും അമോർട്ടൈസേഷന്റെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എല്ലാം ഏകദേശം ഒരേപോലെയാണ് ഉള്ളത്. ഡിപ്ലഷൻ എന്നത് പ്രധാനമായിട്ടും നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുന്ന ബിസിനസ്സുകളിൽ ഉപയോഗിക്കുന്ന പദമാണ്. ഉദാഹരണം മൈൻസ്, ക്വാറീസ് അല്ലെങ്കിൽ ഓയിൽ വെൽസ് ഒക്കെ. ഒരു ഖനിയിൽ നിന്ന് ആ ധാതു, ആ റിസോഴ്സ് പുറത്തെടുക്കുമ്പോൾ ആ ഖനിയുടെ ബാക്കിയുള്ള മൂല്യം കുറയുന്നു. ഈ മൂല്യ തകർച്ചയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്ലഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, ഒരു സ്ഥാപനത്തിന് കോറൽ മൈന് 10 lakh റുപ്പീസ് കൊടുത്ത് വാങ്ങിയതായിട്ട് കരുതുക. അപ്പൊ ഖനിയിൽ നിന്ന് ആ കോറൽ എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ എക്സ്ട്രാക്ഷൻ നടക്കുമ്പോൾ ഖനിയുടെ മൂല്യം എന്താണ്, കുറഞ്ഞു വരും. ഈ കുറവാണ് എന്ത്, ഡിപ്ലഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷനും ഡിപ്ലഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം പറയാനായിട്ട് എന്താണുള്ളത്? ഡിപ്രീസിയേഷൻ എന്നത് ഒരു ടാഞ്ചിബിൾ അസറ്റ്സ് ഉപയോഗിക്കുന്നതിലൂടെ ആ അസറ്റിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, ടാഞ്ചിബിൾ അസറ്റ്സ്. ഡിപ്ലഷൻ എന്നത് നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ച് തീരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വാല്യൂ കുറവിനെയാണ് എന്ത് പറയുന്നത്, ഡിപ്ലഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടിന്റെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒന്ന് തന്നെയാണ്. അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ബിസിനസ്സിലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള അസറ്റ്സിന്റെ വാല്യൂ കുറയുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് അമോർട്ടൈസേഷൻ. അമോർട്ടൈസേഷൻ എന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉപയോഗിച്ചത് മൂലമുള്ള മൂല്യ നഷ്ടം റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നുള്ള ഉദാഹരണങ്ങൾ? പേറ്റന്റ്സ്, കോപ്പിറൈറ്റ്സ്, ട്രേഡ് മാർക്ക്, ഫ്രാഞ്ചൈസീസ്, ഗുഡ് വിൽ, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. അമോർട്ടൈസേഷൻ എന്നത് ഒരു കാലയളവിൽ അസറ്റ്സിന്റെ ചെലവ് കുറയ്ക്കുന്ന രീതിയാണ്. ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഡിപ്രീസിയേഷന്റെ പ്രൊസീജിയറും ഏകദേശം എന്താണ്, ഒരേപോലെയാണ്. ഒരു ഡിഫറൻസ് എന്ന് പറയാനായിട്ട് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ വാല്യൂ ആണ് കുറയുന്നതെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ടാഞ്ചിബിൾ അസറ്റ്സിന്റെ വാല്യൂ ആണ് കുറയ്ക്കുന്നത്. ഇപ്പോൾ
ഉദാഹരണത്തിന് ഒരു പേറ്റന്റ് നമ്മൾ 10 lakh rupees കൊടുത്ത് വാങ്ങിച്ചു. അതിന്റെ യൂസ്ഫുൾ ലൈഫ്, നിയമപ്രകാരമുള്ള യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 10 years ആണെന്ന് കണക്ക് വെക്കാം. അപ്പോൾ ഓരോ വർഷവും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണെങ്കിൽ 10 lakh ആണ് ആ പേറ്റന്റിന്റെ വാല്യൂ. 10 വർഷം വരെ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ 10 lakh ഡിവൈഡഡ് ബൈ 10 years പറയുമ്പോൾ 1 lakh. അപ്പോൾ ഓരോ വർഷവും 1 lakh ചെലവായിട്ട് നമ്മൾ എഴുതി കുറയ്ക്കും. ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റ്സിന്റെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സമയമല്ല എന്നുണ്ടെങ്കിൽ ഒബ്സോലസൻസ് മൂലം ആ ഒരു അസറ്റിന്റെ വാല്യൂ കുറയുന്ന ആ ഒരു ഇതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്ലഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുന്നത് മൂലം അതിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് ഡിപ്ലഷൻ എന്ന് പറയുന്നത്. അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നിയമപരമായി കാലാവധിക്കുള്ളിൽ അതിന്റെ വാല്യൂ കുറഞ്ഞു വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡിപ്രീസിയേഷൻ, ഡിപ്ലഷൻ, അമോർട്ടൈസേഷൻ എന്ന 3 ഭാഗങ്ങളും ബിസിനസിന്റെ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അസറ്റിന്റെ വാല്യൂ കുറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ എല്ലാം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയുന്നത് മോർ ഓർ ലെസ് സിമിലർ തന്നെയാണ്. കാരണം ഈ 3 ടേം കാരണം അല്ലെങ്കിൽ 3 പ്രോസസ്സ് കാരണം വരുന്നത് എന്താണ്, ബിസിനസിന്റെ അസറ്റിന്റെ വാല്യൂ കുറയുക എന്നുള്ളതാണ് 3 എണ്ണത്തിന്റെയും ഒരു സിമിലാരിറ്റി എന്ന് പറയാനായിട്ട്. അപ്പൊ ഡിപ്രീസിയേഷൻ എന്താണ്, ഡിപ്ലഷൻ എന്താണ്, അമോർട്ടൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ടാഞ്ചിബിൾ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കും, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അമോർട്ടൈസേഷൻ കണക്കാക്കും. ഇനി അത് നാച്ചുറൽ റിസോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്ലഷനും കണക്കാക്കും. നെക്സ്റ്റ്, കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോസസ് ഓഫ് ഡിപ്രീസിയേഷന്റെ ആദ്യത്തേത് വരുന്നത് വിയർ ആൻഡ് ടിയർ ഡ്യൂ ടു പാസേജ് ഓഫ് ടൈം ആണ് വരുന്നത്. വിയർ ആൻഡ് ടിയർ എന്നുള്ളത് ഒരു ആസ്തി ഉപയോഗിക്കുന്നതിലൂടെ അതിന്റെ ടെക്നിക്കൽ കപ്പാസിറ്റി കുറയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു അസറ്റ് ബിസിനസിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അതിന്റെ പഴയ ഒരു ഉൽപാദന ക്ഷമത, ആ ഒരു എഫിഷ്യൻസി നിലനിർത്താനായിട്ട് ആവില്ല. ഉദാഹരണത്തിന് ഒരു മെഷീൻ വർഷങ്ങളോളം ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ എഫിഷ്യൻസി കുറഞ്ഞു വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിയർ ആൻഡ് ടിയർ എന്ന് വിളിക്കുന്നത്. ചിലപ്പോഴൊക്കെ ആസ്തികൾ, ഈ അസറ്റ്സ് ഉപയോഗിക്കാതിരുന്നാലും പാസേജ് ഓഫ് ടൈം മൂലമോ അല്ലെങ്കിൽ പ്രകൃതിയിലെ ചില മാറ്റങ്ങൾ, വെയില്, കാറ്റ്, മഴ തുടങ്ങിയവ മൂലമോ അതിന് ഫിസിക്കൽ ഡിറ്റീരിയേഷൻ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ എന്താണ്, ആ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു പോകും. ഇതൊക്കെ എന്താണ്, വിയർ ആൻഡ് ടിയർ എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, എക്സ്പയറേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ്. ചില അസറ്റ്സ് ഒരു ലീഗൽ എഗ്രിമെന്റിൽ നിശ്ചിത കാലയളവിലേക്കുള്ള ഉപയോഗാവകാശം മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടാവുള്ളൂ. ആ കാലാവധി കഴിഞ്ഞാൽ അവയുടെ മൂല്യം പൂർണ്ണമായിട്ടും അവസാനിക്കും. അതായത് ആ ഒരു ലീഗൽ എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിനുള്ള എക്സാമ്പിൾ ആണ് പേറ്റന്റ്, കോപ്പി റൈറ്റ്സ്, ലീസ് എഗ്രിമെന്റ് എന്നിവയ്ക്കൊക്കെ നിശ്ചിതമായിട്ടൊരു കാലാവധി മാത്രമേ ഉള്ളൂ. അതിനുശേഷം ആ ലീഗൽ ബാക്കിംഗ് അവസാനിക്കുമ്പോൾ അവയുടെ യൂസ്ഫുൾനെസ്സും തീരുന്നു. അതുകൊണ്ട് ആ ഒരു യൂസ്ഫുൾ പീരീഡ് കഴിയുന്നതിനുള്ളിൽ ഒരു എമൗണ്ട് ഓരോ വർഷവും ഡിപ്രീസിയേഷൻ ആയിട്ട് ഓരോ എമൗണ്ട്, ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ചാർജ് ചെയ്ത് ആ അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് പീരീഡ് കഴിയുമ്പോഴേക്കും അസറ്റിന്റെ വാല്യൂ നമ്മൾ അക്കൗണ്ട്സിൽ 0 ആക്കി മാറ്റും. നെക്സ്റ്റ്, ഒബ്സോളസൻസ്. ഒബ്സോളസൻസ് എന്നത് ഒരു അസറ്റ് ഔട്ട് ഓഫ് ഡേറ്റ് ആകുന്നതിനെയാണ് ഒബ്സോളസൻസ് എന്ന് പറയുന്നത്. അതായത് പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ ഡിസൈൻ വന്നതുകൊണ്ട് പഴയ അസറ്റുകളുടെ മാർക്കറ്റ് വാല്യൂയും യൂട്ടിലിറ്റിയും കുറഞ്ഞു പോകുന്നു. ഇത് ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആകാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ്സിൽ വന്ന ഇംപ്രൂവ്മെന്റ്സ് ആവാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡിൽ വന്ന ചേഞ്ചസ് ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ ലീഗൽ അല്ലെങ്കിൽ പോളിസി റെസ്ട്രിക്ഷൻസ് കൊണ്ടാവാം. ഒരു കമ്പനി പഴയ മോഡലുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ അഡ്വാൻസ്ഡ് സിസ്റ്റം വന്നപ്പോൾ പഴയ കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം കുറയുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്സോളസൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു അബ്നോർമൽ ഫാക്ടേഴ്സ് ആണ്. ചിലപ്പോഴൊക്കെ ഡിപ്രീസിയേഷൻ സാധാരണമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ലാതെ അബ്നോർമൽ ഇവന്റ്സ് കൊണ്ടും ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫയർ, ഫ്ലഡ്, എർത്ത്ക്വേക്ക്, ആക്സിഡൻസ് ഇവ മൂലം അസറ്റുകൾ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ അതിന്റെ മൂല്യം തന്നെ നഷ്ടപ്പെടാം.
ഇത് പെർമനന്റ് ലോസ് ആണ്. ഇത് ഗ്രാജുവലി ഡിപ്രീസിയേഷൻ വന്ന് അസറ്റിന്റെ വാല്യൂ കുറയില്ല, പെട്ടെന്നുള്ള ഒരു അബ്നോർമൽ ഡിക്ലൈൻ ആണ് ആവുന്നത്. ഇപ്പൊ ഒരു കാർ അപകടത്തിൽപ്പെട്ട് നന്നാക്കി കഴിഞ്ഞാലും അതിന്റെ മാർക്കറ്റ് വാല്യൂ പഴയതുപോലെ നിലനിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ മൂല്യത്തിന്റെ ഒരു ഭാഗം ഡിപ്രീസിയേഷൻ ആയിട്ട് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? വിയർ ആൻഡ് ടയർ, ആസ്തി ഉപയോഗിക്കുന്നതിൽ മൂലമുള്ള മൂല്യക്കുറവ് അല്ലെങ്കിൽ വാല്യൂവിലുള്ള കുറവ്. പാസേജ് ഓഫ് ടൈം, സമയം കടന്നു പോകുന്നത് കൊണ്ട് അസറ്റിന്റെ വാല്യൂവിൽ വരുന്ന ഇടിവ് അല്ലെങ്കിൽ കുറവ്. എക്സ്പയറേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ്, നിയമപരമായിട്ടുള്ള അവകാശം അവസാനിക്കുന്നതിലൂടെ അസറ്റിന്റെ വാല്യൂ കുറയുന്നത് അല്ലെങ്കിൽ വാല്യൂ സീറോ ആവുന്നത്. ഒബ്സോളസൻസ് എന്ന് പറയുന്നത് പുതിയ മോഡലുകൾ വന്നതിലൂടെ പഴയ അസറ്റുകളുടെ ഡിമാൻഡ് കുറയുന്നു അല്ലെങ്കിൽ അസറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അബ്നോർമൽ ഫാക്ട്സ് എന്ന് പറയുന്നത് ഈ തീപിടുത്തം, പ്രളയം, അപകടം മൂലം ഉണ്ടാവുന്ന നമ്മുടെ കൺട്രോളിൽ അല്ലാതെ വരുന്ന ചില നഷ്ടങ്ങളാണ് അബ്നോർമൽ ഫാക്ടേഴ്സിൽ പറയുന്നത്. നീഡ് ഫോർ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഡിപ്രീസിയേഷൻ നമ്മൾ മെയിൻ ആയിട്ട് 4 കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ആദ്യത്തേത് മാച്ചിങ് കോസ്റ്റ് ആൻഡ് റവന്യൂ. മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം ഒരു അക്കൗണ്ടിങ് പീരീഡിലുള്ള വരുമാനത്തോടൊപ്പം അതിന്റെ ആ ഒരു പീരീഡിൽ വരുന്ന ചെലവുകളും എന്ത് ചെയ്യണം? മാച്ച് ചെയ്തിട്ട് പോകണം. ഫിക്സഡ് അസറ്റ് വാങ്ങുന്നത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വാങ്ങിക്കുന്നത്? ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് അവയുടെ ഉപയോഗം മൂലം സംഭവിക്കുന്ന ഡിപ്രീസിയേഷനും ഒരു ചെലവായിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സാലറി, കാരേജ്, പോസ്റ്റേജ്, സ്റ്റേഷനറി പോലുള്ള ചെലവുകൾ നമ്മൾ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഡിപ്രീസിയേഷനും ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ ആ ഒരു പീരീഡിൽ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് റവന്യൂവിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. ഇത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ കൺസിഡറേഷൻ ഓഫ് ടാക്സ്. ഡിപ്രീസിയേഷൻ ടാക്സ് കണക്കാക്കുമ്പോൾ ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെൻസ് ആണ്. ഇറ്റ് ഈസ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ്. അതുകൊണ്ട് ടാക്സിബിൾ ഇൻകം ഡിപ്രീസിയേഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ടാക്സിബിൾ ഇൻകം എന്ത് ചെയ്യും? കുറയും. എന്നിട്ട് ആ ഇൻകത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. കമ്പനീസ് ആക്ട് പ്രകാരം നിശ്ചയിച്ച ഡിപ്രീസിയേഷൻ റേറ്റും ഇൻകം ടാക്സ് പ്രകാരം നിശ്ചയിച്ച ഡിപ്രീസിയേഷൻ റേറ്റും രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മൾ രണ്ടും കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസിനെ നോക്കി നമ്മൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇൻകം ടാക്സിൽ ഫയൽ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ റേറ്റ് വെച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ടും കണക്കാക്കണം. ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ റേറ്റ് വെച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ടും നമ്മൾ കണക്കാക്കണം. നെക്സ്റ്റ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഡിപ്രീസിയേഷൻ കണക്കാക്കാതിരുന്നാൽ അസറ്റിന്റെ വാല്യൂ അവരുടെ അല്ലെങ്കിൽ ആ അസറ്റിന്റെ ആക്ച്വൽ വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണും അല്ലെ? അപ്പോൾ അതായത് ഫിനാൻഷ്യൽ പൊസിഷന്റെ യഥാർത്ഥ പൊസിഷൻ എന്താണെന്ന് അതിൽ പ്രതിഫലിക്കില്ല. ഉദാഹരണം, ഒരു മെഷീൻ നമ്മളൊരു 1 lakh rupees കൊടുത്ത് വാങ്ങിച്ചു. അതിന് ഡിപ്രീസിയേഷൻ കണക്കാക്കാതെ ബാലൻസ് ഷീറ്റിൽ അതിന്റെ ഫുൾ വാല്യൂ തന്നെ കാണിച്ചു വന്നാൽ അത് യഥാർത്ഥ പൊസിഷനെ അല്ല അവിടെ വ്യക്തമാക്കുന്നത്. ഇത് ഒരു സൗണ്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെയോ അല്ലെങ്കിൽ ലീഗൽ റിക്വയർമെന്റ്സോ അനുസരിച്ചിട്ടുള്ള രീതിയല്ല. അതുകൊണ്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകാനായിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കി അത് ബാലൻസ് P&L അതിന്റെ എഫക്റ്റ് വരണം. ഡിപ്രീസിയേഷൻ കൊണ്ട് അസറ്റിന്റെ വാല്യൂ കുറഞ്ഞ് ആ കുറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് ആഫ്റ്റർ ഡിപ്രീസിയേറ്റഡ് വാല്യൂ ആയിരിക്കണം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റിന്റെ വാല്യൂ ആയിട്ട് ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ്, കംപ്ലയൻസ് വിത്ത് ലോ. പല നിയമങ്ങൾ, പ്രത്യേകിച്ച് കമ്പനീസ് ആക്ട്, ഇൻകം ടാക്സ് ആക്ട് സംസ്ഥാനങ്ങളിൽ അഥവാ കോർപ്പറേറ്റുകളിലെ സ്ഥാപനങ്ങൾക്കായിട്ട് ഡിപ്രീസിയേഷൻ പ്രാവർത്തികമാക്കാനായിട്ട് കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണെന്നുണ്ടെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരമാണെന്നുണ്ടെങ്കിലും അതൊരു മാൻഡേറ്ററി കംപ്ലയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി തന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ ഡിപ്രീസിയേഷൻ കണക്കാക്കാതെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഗെയിൻസ്റ്റ് ലോ ആണ് അല്ലെങ്കിൽ നിയമലംഘനമായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ ഇൻ സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ ആവശ്യമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയാനായിട്ട്
ആദ്യത്തേത് മാച്ചിങ് ഓഫ് കോസ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ. ചെലവുകളെയും വരുമാനത്തെയും ഒരേ കാലയളവിൽ ഒരേ പീരീഡിൽ മാച്ച് ചെയ്ത് പോകാനായിട്ട്. ദെൻ ടാക്സ് കൺസിഡറേഷൻ, ടാക്സ് കണക്കാക്കുന്നതിൽ ഡിപ്രീസിയേഷൻ ചെലവായിട്ട് നമ്മൾ കുറയ്ക്കണം. പിന്നെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റുകളുടെ യഥാർത്ഥ വാല്യൂ കാണിച്ച് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് കംപ്ലയൻസ് വിത്ത് ലോ, നിയമപരമായിട്ടുള്ള ഒബ്ലിഗേഷൻസ് പാലിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ തുകയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒരു അസറ്റിന്റെ അല്ലെങ്കിൽ അസറ്റിലേക്കുള്ള ഡിപ്രീസിയേഷന്റെ തുക നിശ്ചയിക്കുന്നത് പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഒന്ന് കോസ്റ്റ് ഓഫ് അസറ്റ്, 2 എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്, പിന്നെ എസ്റ്റിമേറ്റഡ് റെസിഡുവൽ വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ. എന്താണ് കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് അതായത് ഒറിജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നത് ഒരു അസറ്റ് ഉപയോഗ്യമാകാനായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഉപയോഗ്യമാകാനായിട്ട് ചെലവഴിച്ച മുഴുവൻ തുകയാണ് കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ഓഫ് ദ അസറ്റിൽ എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും? വാങ്ങിയ വില, ഫ്രൈറ്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ട്രാൻസിറ്റ് ഇൻഷുറൻസ്, ഇൻസ്റ്റലേഷൻ ആൻഡ് കമ്മീഷനിങ് കോസ്റ്റ്, രജിസ്ട്രേഷൻ ചാർജസ്, ബ്രോക്കറേജ് ഓർ കമ്മീഷൻ. ഇനിയിപ്പോൾ ആ അസറ്റ് പ്രവർത്തനമാക്കാൻ ആവശ്യമായിട്ട് വല്ല സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിന്റെ കോസ്റ്റ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ആ ഒരു അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് അസറ്റ്സ് ആണ് വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലോ അതിനെ വർക്കിംഗ് കണ്ടീഷനിലേക്ക്, ആ ഒരു വാങ്ങിച്ച അസറ്റിനെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രൈമറിലി എടുക്കുന്ന ആ ചെലവുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും ആ ഒരു അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 പ്രകാരം എന്താണ് കോസ്റ്റ് ഓഫ് ദ അസറ്റിനെ കുറിച്ച് പറയുന്നത്? കോസ്റ്റ് ഓഫ് എ ഫിക്സഡ് അസറ്റ് ഇസ് ദ ടോട്ടൽ കോസ്റ്റ് spent in connection with acquisition, installation and commissioning as well as for addition and improvement of depreciable asset. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫോട്ടോ കോപ്പി മെഷീൻ വന്നിട്ട് 50,000 റുപ്പീസിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും ഇൻസ്റ്റലേഷനുമായിട്ട് 5,000 റുപ്പീസ് കൂടി ചെലവായി. അപ്പോൾ 50,000 റുപ്പീസ് ആണ് അതിന്റെ ഇൻവോയ്സ് വാല്യൂ. അതിന്റെ ട്രാൻസ്പോർട്ടേഷനും ഇൻസ്റ്റലേഷൻ കോസ്റ്റും കൂടി 5,000 ആയി. അപ്പോൾ ആ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 55,000 ആണ്. 5,000 പ്ലസ് 50,000 ആയിരിക്കും. ഈ 55,000 തന്നെയാണ് അതിന്റെ ഡിപ്രീസിയബിൾ കോസ്റ്റ് ആയിട്ട് വർഷങ്ങളായിട്ട് കുറയ്ക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ. നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എന്നത് ഒരു അസറ്റ് അതിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ ലഭിക്കാവുന്ന എസ്റ്റിമേറ്റഡ് സെയിൽ വാല്യൂ ആണ്. അതായത് ആ ഒരു അസറ്റ് നമ്മുടെ യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് ആ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി ആ അസറ്റ് വിറ്റ് നമ്മുടെ കയ്യിൽ എത്ര കാശ് കിട്ടും, അതിനെയാണ് എന്ത് പറയുന്നത്? സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ റെസിഡ്യുവൽ വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ എന്നൊക്കെ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മെഷീൻ നമ്മൾ 50,000 റുപ്പീസിന് വാങ്ങിച്ചു. 10 വർഷം ഉപയോഗിക്കാമെന്നാണ് അതിന്റെ യൂസ്ഫുൾ ലൈഫ് പ്രകാരം പറയുന്നത്. 10 വർഷം കഴിഞ്ഞാൽ അത് 6,000 റുപ്പീസിന് നമുക്ക് വിൽക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വിൽക്കാനുള്ള ഡിസ്പോസിബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 1,000 റുപ്പീസ് ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അസറ്റ് ചെലവെല്ലാം കഴിഞ്ഞ് വിറ്റിട്ട് ചെലവെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എത്ര രൂപ കിട്ടും? 6,000 മൈനസ് ആ 1,000, അപ്പൊ 5,000 റുപ്പീസ് നമ്മുടെ കൈ കിട്ടും. അപ്പൊ ആ അസറ്റിന്റെ നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത് 5,000 റുപ്പീസ് ആയിരിക്കും. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഡിപ്രീസിയബിൾ കോസ്റ്റ്. ഡിപ്രീസിയബിൾ കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ. ആ അസറ്റ് വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തനയോഗ്യമാകാനായിട്ട് ടോട്ടൽ എത്ര കോസ്റ്റ് വന്നു, അത് മൈനസ് ആ അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ അത് ചെലവെല്ലാം വിറ്റിട്ട് ചെലവെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എത്ര രൂപ കിട്ടുന്നു, അത് മൈനസ് ചെയ്യാം. ആ കിട്ടുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ഡിപ്രീസിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ 50,000 റുപ്പീസിന് വാങ്ങിച്ചു. ആ അസറ്റ് ചെലവെല്ലാം കഴിഞ്ഞിട്ട് വിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എത്ര രൂപയാണ്? 5,000 റുപ്പീസ് ആണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഡിപ്രീസിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 മൈനസ് 5,000, 45,000 ആയിരിക്കും. അതായത് ആ അസറ്റ് ഉപയോഗിക്കുന്ന ആ ഒരു പീരീഡ് കഴിഞ്ഞു വെച്ചാൽ ഡിപ്രീസിയബിൾ എക്സ്പെൻസ് ആയി കുറയ്ക്കേണ്ട മൊത്തം തുക. അതായത് ഇപ്പോൾ ആ ഒരു അസറ്റ് 10 വർഷം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ 10 വർഷത്തിനകം ഡിപ്രീസിയേഷൻ എന്നുള്ള പേരിൽ
നമ്മൾ കുറച്ച് വരുന്ന എമൗണ്ട് ആണ് ആ പറഞ്ഞ 45,000. ഒരു അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞ മൊത്തം ഡിപ്രീസിയേഷൻ തുകയും അതിന്റെ ഡിപ്രീസിയബിൾ കോസ്റ്റിനോട് തുല്യമായിരിക്കണം. അതായത് ഡിപ്രീസിയബിൾ കോസ്റ്റ് പറഞ്ഞാൽ എന്താ പറയുന്നത്? കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ അല്ലേ? അപ്പോൾ 10 വർഷമാണ് അതിന്റെ കാലാവധി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 10 വർഷം നമ്മൾ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ ഈ ഡിപ്രീസിയബിൾ കോസ്റ്റുമായിട്ട് മാച്ച് ചെയ്ത് പോകണം. അങ്ങനെ മാച്ച് ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അസറ്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മുഴുവനായിട്ടും വീണ്ടെടുത്തിട്ടില്ല എന്നാണ് അർത്ഥം. അത് മാച്ചിങ് പ്രിൻസിപ്പലിന് എഗെയിൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ മാച്ചിങ് പ്രിൻസിപ്പലിനെ ലംഘിക്കുന്ന പോലെ ആവും. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. യൂസ്ഫുൾ ലൈഫ് എന്നത് ഒരു അസറ്റിന്റെ എക്കണോമിക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ലൈഫിനെയാണ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അത് എത്ര കാലം ആ ഒരു അസറ്റ് എത്ര കാലം പ്രോഫിറ്റബിളി യൂസ് ചെയ്യാം എന്ന് കണക്കാക്കുന്നതാണ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. മേ ബി ഫിസിക്കൽ ലൈഫ് കൂടുതലായിരിക്കാം, യൂസ്ഫുൾ ലൈഫ് കുറവുമായിരിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മെഷീൻ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്, അതായത് ആ മെഷീൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പുതിയൊരു ടെക്നോളജി വന്നതുകൊണ്ട് അതിനെ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ തുടരുക എന്ന് പറയുന്നത് അൺഎക്കണോമിക്കൽ ആകും. അതുകൊണ്ട് അതിന്റെ യൂസ്ഫുൾ ലൈഫ് അവസാനിച്ചതായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ആ മെഷീൻ വർക്കിംഗ് ആണെന്ന് ചോദിച്ചാൽ വർക്കിംഗ് ആണ്, പക്ഷെ ആ മെഷീൻ യൂസ് ചെയ്തിട്ട് എക്കണോമിക്കലി നമ്മുടെ ബിസിനസിന്റെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ആ മെഷീൻ എന്ത് ചെയ്യുന്നു, വേണ്ടാന്ന് വെച്ച് പുതിയ മെഷീൻ വാങ്ങിക്കുന്നു. അപ്പോൾ ഫിസിക്കൽ ലൈഫ് അതിന് ഇനിയും ഉണ്ട്, പക്ഷെ അതിന്റെ യൂസ്ഫുൾ ലൈഫ് എന്താണ്, അവിടെ തീരുകയാണ്. അപ്പൊ ഫിസിക്കൽ ലൈഫ് കൂടുതലും ആയിരിക്കാം, എക്കണോമിക് ലൈഫ് കുറവും ആയിരിക്കാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6 പ്രകാരം യൂസ്ഫുൾ ലൈഫ് എന്താ പറയുന്നത്? യൂസ്ഫുൾ ലൈഫ് ഈസ് ദ പീരീഡ് ഓവർ വിച്ച് അസറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബി യൂസ്ഡ് ബൈ ദ എന്റർപ്രൈസ്. ആ എന്റർപ്രൈസ് എത്ര വർഷം ആ അസറ്റിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് യൂസ്ഫുൾ ലൈഫ് എന്താണെന്ന് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6 പ്രകാരം പറയുന്നത്. യൂസ്ഫുൾ ലൈഫ് വർഷങ്ങളായിട്ട് എന്താ പറയാ പ്രകടിപ്പിക്കാമെങ്കിലും, അതായത് ചിലപ്പോ അത് യൂസ്ഫുൾ ലൈഫ് എത്ര വർഷം എന്നുള്ള രീതിക്കാണ് നമ്മൾ യൂഷ്വലി കണക്കാക്കാറ്. യൂസ്ഫുൾ ലൈഫ് പറയുമ്പോൾ 5 years 10 years അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി പറയാറ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത്ര യൂണിറ്റ്സ് വരെ ആ ഒരു മെഷീനിന് പ്രൊഡക്ഷൻ കിട്ടും. ഇപ്പൊ യൂസ്ഫുൾ ലൈഫിന് പകരം നമ്പർ ഓഫ് യൂണിറ്റ്സ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അതിന്റെ ഒരു എക്കണോമിക് ലൈഫ് നമ്മൾ കണക്കാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ വർക്കിംഗ് അവേഴ്സ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അതിന്റെ എക്കണോമിക് ലൈഫ് നമ്മൾ കണക്കാക്കുക. അപ്പൊ യൂസ്ഫുൾ ലൈഫ് പറയുമ്പോൾ ഇയേഴ്സിൽ തന്നെ കണക്കാക്കണം എന്നില്ല, വേണമെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് വെച്ചിട്ടോ വേണമെങ്കിലും നമുക്ക് കണക്കാക്കാം. യൂസ്ഫുൾ ലൈഫ് നിശ്ചയിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ലീഗൽ ഓർ കോൺട്രാക്ച്വൽ ലിമിറ്റ്സ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലീസ് ഹോൾഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ലീസിന്റെ കാലാവധി കഴിഞ്ഞാൽ ആ ഒരു അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് തീരുന്നു എന്നാണ് അർത്ഥം. ഇനി നമ്പർ ഓഫ് ഷിഫ്റ്റ്സിന്റെ ബേസിലാണെന്നുണ്ടെങ്കിലോ എത്ര ഷിഫ്റ്റ് പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. റിപ്പയർസ് ഓഫ് മെയിൻ്റെനൻസ് പോളിസി ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലോ നല്ലോണം മെയിൻ്റെനൻസ് ലഭിക്കുന്ന അസറ്റുകൾക്ക് കൂടുതൽ ലൈഫ് ഉണ്ടായേക്കാം. ടെക്നോളജിക്കൽ ഒബ്സോളസൻസ്. പുതിയ ടെക്നോളജി വന്ന പഴയ അസറ്റുകൾ വേഗത്തിൽ എന്താവും, പഴഞ്ചനായിട്ട് മാറും. ഇന്നോവേഷൻ ഇൻ പ്രൊഡക്ഷൻ മെത്തേഡ്. പ്രൊഡക്ഷൻ രീതിയിൽ മാറ്റങ്ങൾ വന്ന പഴയ മെഷീൻസ് എന്താവും, അപ്രസക്തമാവും അല്ലെങ്കിൽ യൂസ് ഇല്ലാത്ത രീതിയിലാവാം. നെക്സ്റ്റ് ലീഗൽ ആൻഡ് അതർ റെസ്ട്രിക്ഷൻസ്. സർക്കാർ നിയമങ്ങൾ, അതേപോലെ തന്നെ പരിസ്ഥിതി നിയന്ത്രണങ്ങൾ തുടങ്ങിയവയൊക്കെ യൂസ്ഫുൾ ലൈഫിനെ കുറയ്ക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇൻ സമ്മറി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് വാങ്ങാനും ഇൻസ്റ്റാൾ ചെയ്യാനും എടുക്കുന്ന മുഴുവൻ കോസ്റ്റ് അല്ലെങ്കിൽ മുഴുവൻ ചെലവ്. നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അസറ്റ് വിറ്റാ കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഡിപ്രീസിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് മൈനസ് റെസിഡ്യൂവൽ വാല്യൂ, അതായത് ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ട ആകെ തുകയാണ് ഡിപ്രീസിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂസ്ഫുൾ ലൈഫ്. ആ അസറ്റ് സാമ്പത്തികമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ആ ഒരു പീരീഡിനെയാണ് എന്ത് പറയുന്നത്, യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോർമുല നമ്മൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഡിപ്രീസിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് മൈനസ് റെസിഡ്യൂവൽ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് കോസ്റ്റ് എന്താണെന്ന് പറയാം, റെസിഡ്യൂവൽ വാല്യൂ എന്താണെന്ന് പറയാം. ഡിപ്രീസിയബിൾ കോസ്റ്റ് അപ്പൊ എങ്ങനെയാണ് കണക്കാക്കുക,
കോസ്റ്റ് മൈനസ് റെസിഡ്യുവൽ വാല്യൂ ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്.